കൂനമ്മാവ് ബാപ്പുജി മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന കഥയരങ്ങ് സമാപിച്ചു. അവസാന ദിവസം വി.എം. വിനോദ്ലാൽ രചിച്ച അന്ധകാര കോളനി എന്ന കഥയാണ് അവതരിപ്പിച്ചത്. ബേബിച്ചൻ പുരത്തിൽ കഥകളെ അവലോകനം ചെയ്ത് സംസാരിച്ചു. ശ്രോതാക്കളും ചർച്ചയിൽ പങ്കാളികളായി. സമാപന യോഗം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് യേശുദാസ് പാറപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നാഷണൽ സ്കൂൾ ഗെയിംസിൽ ഹോക്കി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേയ മാർട്ടിനെ അനുമോദിച്ചു. കഥയരങ്ങ് ഉദ്ഘാടനം ആദ്യ ദിനത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി.കെ. രമാദേവി ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിവസം സ്മിത സാബുവും 2ാം ദിവസം ജോണി മേനാച്ചേരിയും കഥകൾ അവതരിപ്പിച്ചു. കെ.ജെ. മേരി, വേണു കൂനമ്മാവ് എന്നിവർ കഥകളെ വിലയിരുത്തി സംസാരിച്ചു. ലൈബ്രറി പ്രസിഡന്റ് മാത്യൂസ് കൂനമ്മാവ് അധ്യക്ഷത വഹിച്ചു. അന്ധകാര കോളനി മാധ്യമ ആഴ്ചപ്പത്തിൽ 2023 ഓഗസ്റ്റിൽ വന്നതാണ്. ഈ കോട്ടയം പശ്ചാത്തലമായ ഒരു കഥയാണിത്. അതിൽ കുറച്ച് വാക്കുകൾ ഒരുപക്ഷെ ചിലപ്പോൾ ഈ കോട്ടയത്തെ ഈ പ്രാദേശികമായ ചില ഭാഷകൾ. കൂനമ്മാവ് ബാപ്പുജി മെമ്മോറിയൽ ലൈബ്രറി ഈ വർഷത്തെ വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന കഥയരങ്ങ് സംഘടിപ്പിക്കുക. നാട്ടിലെ വളർന്നു വരുന്ന കലാകാരന്മാരെ വായനശാലയുടെ വേദിയിലൂടെ പരിചയപ്പെടുത്തുക, അവരുടെ കഥകൾ ആസ്വദിക്കുക, അതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ജൂലൈ 12, 13, 14 തീയതികളിൽ ലൈബ്രറിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കഥയരങ്ങ് എന്ന പേരിൽ ഈ പരിപാടി നടത്തപ്പെടുകയുണ്ടായി. എല്ലാ ദിവസവും ഒരു നല്ല രീതിയിലുള്ള സദസ്സ് തന്നെ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. ആ സദസ്സ് പൂർണ്ണമായിട്ടും ഈ കഥയരങ്ങിനെ ആസ്വദിക്കുകയും ചെയ്തു എന്നുള്ളത് ഇതാണ്.